Hello guys, welcome back to the YouTube channel Simple to Solve by Ashwini. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വർക്കിംഗ് മോഡൽ ആയിട്ടുള്ള ലേണിംഗ് എയ്ഡ് ആണ്. നമുക്ക് വേണ്ടത് ഒരു A3 ഷീറ്റ് വേണം, അതേപോലെ തന്നെ ചാർട്ട്, അതേപോലെ തന്നെ കാർഡ്ബോർഡ്. ഇത്രയും സാധനങ്ങളും അതേപോലെ തന്നെ സ്ട്രാപ്ലറും വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സാധനം ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ഏത് കോൺസെപ്റ്റ് ആണോ പഠിപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് മാറ്റാനായിട്ട് പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സാധനമാണ്. പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സൈസ് കൂടിയ ഒരു സാധനമാണ്. കാരണം നമുക്ക് കമ്മീഷനൊക്കെ വെക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള സാധനങ്ങൾ 1-2 തലയെടുപ്പോട് കൂടി നിർത്താൻ വേണ്ടി നമുക്ക് 1-2 വേണം അല്ലേ. നമുക്ക് അങ്ങനെയാണ് കമ്മീഷനിൽ മാർക്കൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്നുകൂടി തലയെടുപ്പോട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഒരു ലേണിംഗ് എയ്ഡ് ഉണ്ടാക്കാം കേട്ടോ. വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ അത്യാവശ്യം സൈസ് ഉള്ള ഒരു കാർഡ്ബോർഡിന്റെ ഷീറ്റും അതേപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇതിൽ വേണ്ടത്. സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ബാക്ക് ഇനി കവർ ചെയ്യരുത്, ലാസ്റ്റ് കവർ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ടാവും. ഇനി ഈ ഫ്രെയിം നമുക്ക് ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കുകയാണ്, സ്കെയിൽ എടുത്ത് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ എടുത്ത് വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് സെല്ലോ ടൈപ്പ് എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗ്രീൻ കളർ എടുത്തിരിക്കണേ, ഇതിങ്ങനെ സൈഡില് ഒട്ടിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഫ്രെയിമാണ്, നമ്മുടെ ബോർഡിന്റെ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ചോയ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കളർ ചോയ്സിൽ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കളർ പാറ്റേൺ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പൊ ഇതേ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലൊരു ഹെഡിങ് എഴുതാണ്. ഇപ്പൊ ഞാനിത് റിലേറ്റ് ചെയ്യിക്കാൻ പോണത് ഒരു ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐഡന്റിറ്റീസിൽ നമുക്ക് ഹെഡിങ് എഴുതുക, അതിനുശേഷം ബ്ലോക്സ് ആക്കി തിരിക്കാം. അപ്പോൾ നമ്മളിതിൽ ഹെഡിങ് വരയ്ക്കുകയാണ്. ഹെഡിങ് വരച്ചിട്ട് നമുക്ക് ഇതിന്റെ ഹെഡിങ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കുന്ന ഐഡന്റിറ്റീസ് എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ട കോളംസ് ഈ സൈഡിൽ വരച്ചെടുക്കാം. എന്നിട്ട് അതിൽ റഫ് ആയിട്ട് എന്താണ് എഴുതേണ്ടത് നോക്കുക. എന്നിട്ട് 2 റോ ആക്കിയിട്ട് ഇതിനെ മാറ്റാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോരോ പീസിലേക്കും മാച്ച് ആവുന്ന തരത്തിലുള്ള ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ മാച്ച് ദ ഫോളോയിങ് സ്കില്ല്, അതായത് അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല്, ഒരു ഹയർ ഓർഡർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഫറൻസ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് എയ്ഡ് ആണത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ഷീറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഐഡന്റിറ്റീസ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യണം. എല്ലാവരുടെ ഡൗട്ടാണ് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് എങ്ങനെ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ സ്ട്രാപ്ലർ പിന്ന് മാത്രം മതി. സ്ട്രാപ്ലർ പിന്ന് നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് അടിക്കുക കേട്ടോ. 3 സൈഡിലേ അടിക്കാൻ പാടുള്ളൂ. ബിക്കോസ് 4ാമത്തെ സൈഡ് ആവുമ്പോൾ നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റാപ്ലർ പിൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് ഒരു പേപ്പറിലാക്കിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഫോം ഷീറ്റിന്റെ പീസസ് എടുക്കാം. കാരണം നമുക്ക് ലെഗ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ട്രോസോ അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ സ്റ്റിക്സോ എന്ത് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു പീസ് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാനും ഇറക്കാനും പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ലെഗിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്സിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഇങ്ങനത്തെ പീസസ്. ഈ പീസസിന്റെ എൻഡിലായിട്ട് കുറച്ച് ടൈല് ബാക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് നീളമായിരുന്നു കേട്ടോ. ചിലപ്പോൾ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുട്ടികൾ കുറേ പ്രാവശ്യം എടുത്ത് നോക്കുമ്പോൾ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ ആക്കി വെക്കാവേ.
ഇനി നിങ്ങൾക്ക് ഒട്ടിക്കാനുണ്ടെങ്കിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് എന്താണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യണമെന്നുള്ളൂ. ഐസ്ക്രീം സ്റ്റിക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ നീളം കിട്ടും നമുക്ക്. അപ്പം അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും ചെയ്യാനായിട്ട്. സോ നമുക്ക് ഇങ്ങനത്തെ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ സാധനം റെഡി ആയി കേട്ടോ. നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന സാധനം എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ആക്ടിവിറ്റി നമുക്ക് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആദ്യം ഇത് കുട്ടികളിലേക്കൊക്കെ എഴുതാനായിട്ട് കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് ചെയ്താൽ ആദ്യത്തെ 5 പേരെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഫില്ല് ചെയ്യിപ്പിക്കുക. ഇതിങ്ങനെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആൻസർ കുറച്ച് വലിക്കാൻ തരത്തിൽ സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ആ വീതി കുറച്ചടിച്ചത് ഇതുകൊണ്ടാണ്. ബിക്കോസ് അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചില സമയത്ത് കുറച്ച് പാടുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കയറ്റുക. അതേപോലെ കുട്ടികളുടെ അടുത്ത് എടുക്കുമ്പോഴും അതൊന്ന് നമ്മൾ പറയുക. ഇല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ ടൈമിൽ ഇതിലേക്കുള്ള സാധനം വേറെ വെച്ചാലും മതി കേട്ടോ. കുട്ടികളുടെ യൂസ് കഴിയുമ്പോൾ ഏതായാലും ഇതിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റും. കാരണം എനിക്ക് പറയില്ലല്ലോ നമ്മളിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാന്ന് അവർക്ക് അറിയില്ല. എന്നിട്ട് ഇറഗുലർ ആക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് ആൻസറിലല്ല, ഇറഗുലർ ആയിട്ട് വെച്ച് അങ്ങ് കൊടുക്കുക. സോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ സബ്ജക്റ്റിലും, അതായത് മാത്സ് എന്ന് മാത്രമല്ല, നമുക്ക് ഏതൊരു സബ്ജക്റ്റിലും നമുക്ക് ഡിഫറൻസിയേഷൻ സ്കിൽസ് എസെൻഷ്യൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലേണിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്നു തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമന്റ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.